ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ ചുരിദാറായാലും ഫ്രോക്കായാലും ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് ഇറങ്ങിപ്പോകാറുണ്ടല്ലേ. അപ്പോൾ അത് ഇറങ്ങിപ്പോകാതിരിക്കാനുള്ള ട്രിക്കാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ ഷോൾഡർ അളവെടുക്കുമ്പോഴുള്ള വ്യത്യാസമാണ്, ചെറിയൊരു മിസ്റ്റേക്കാണ് ഇങ്ങനെ ഷോൾഡർ ഇറങ്ങിപ്പോകാൻ കാരണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇത് തുണി സങ്കല്പിക്കുക, അതൊരു പേപ്പറിൽ കാണിക്കുന്ന പാറ്റേണാണ് കേട്ടോ. അപ്പോൾ തുണിയിലെടുക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ്. സെൻറ്ററിൽ നിന്ന് നീളത്തിൽ ഞാൻ മടക്കിയിട്ടു, നീളത്തിൽ മടക്കി. ഇത് ഓപ്പൺ ഭാഗം, ഇത് ഫോൾഡ് ഭാഗം. അപ്പോൾ ഈ ഫോൾഡ് ഭാഗത്താണ് നമ്മൾ എപ്പോഴും നെക്ക് അളവെടുക്കുന്നത്. ഇവിടെ ഞാൻ നെക്കിൻ്റെ അളവ് ഇതാ കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ വലിയവർക്ക് മാക്സിമം കുറഞ്ഞ് വിടുത്തെടുക്കുന്നത് 2.5 ഇഞ്ചാണ്. അതിൽ കുറഞ്ഞിട്ട് നമ്മൾ വലിയവർക്ക് വിടുത്തെടുക്കില്ല കേട്ടോ. 2.5 ഇഞ്ച് വിടുത്ത് നമ്മളിവിടെ കൊടുത്തു. പിന്നെ അതുപോലെ ഒരു 5 ഇഞ്ചോളം നെക്കിൻ്റെ ഇറക്കം എടുക്കുകയാണ്. നെക്കിൻ്റെ ഇറക്കം 5 ഇഞ്ച് എടുത്തു. അതുപോലെ ഇവിടെ നമുക്ക് ഇതേ വിടുത്ത് കിട്ടണമല്ലോ, അപ്പോൾ അതിന് വേണ്ടി ഇവിടെ 2.5 ഇഞ്ച് കൊടുക്കുകയാണ്. ഇത് കറക്റ്റ് 2.5 ഇഞ്ച് ഉണ്ട് ഇവിടെ. ഇവിടെ വിടുത്ത് ഇറക്കത്തിലും വിടുത്ത് നമ്മൾ 2.5 ഇഞ്ച് എടുത്തു. ഇതൊരു ബോക്സ് ആക്കി കൊടുത്തു. ഇനി ഇതൊരു റൗണ്ട് ഷേപ്പ് ആക്കി കൊടുക്കുകയാണ്. ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച്, അഡൾട്ടിനാകുമ്പോൾ 1 ഇഞ്ച് വേണം. 1 ഇഞ്ച് മുകളിലേക്ക് കൊടുത്തു, കോർണറിൽ നിന്ന് മുകളിലേക്ക് കൊടുത്തു. ഇതിലൂടെ വേണം നമുക്ക് നെക്ക് റൗണ്ട് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നെക്ക് റൗണ്ട് ചെയ്തെടുത്തല്ലോ. എന്നിട്ടിതാ ഇവിടെ ഈ മുകളിൽ നിന്നും ഒരു 1/2 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് കൊടുക്കുക കേട്ടോ. ഇവിടെ നിന്ന് ഇവിടേക്ക് 2.5 ഇഞ്ചാണ്. അപ്പോൾ ഈ 2.5 ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1/2 ഇഞ്ച്, 1/2 ഇഞ്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് നെക്കിൻ്റെ താഴെ 2.5 ഇഞ്ച് ഉണ്ട്, പക്ഷെ മുകളിൽ കിട്ടുന്നത് 2 ഇഞ്ചായിരിക്കും. ഇതാ 2 ഇഞ്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ റൗണ്ടില്ലേ, ഈ റൗണ്ടിന് ഇതുപോലെ കൊണ്ടുപോയിട്ട് ഇതുപോലെ തന്നെ കൊണ്ടുപോവാണ്. കോഴീൻ്റെ പൂവുകൾ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ എപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഉണ്ട് ഈ കോഴീൻ്റെ പൂവുകളുണ്ടാവും കണ്ടോ. അപ്പോൾ ഞാൻ നെക്ക് ഇതാ ഇത് ഇങ്ങോട്ടേക്ക് ഇതാ ഇതുപോലെ ഒന്ന് വരച്ച് കൊണ്ടുവരണം കേട്ടോ. ഇങ്ങനെയായിരിക്കണം നമ്മൾ നെക്ക് ഷോൾഡർ ഇറങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി നെക്ക് കട്ട് ചെയ്യേണ്ട രീതി കേട്ടോ. എന്നിട്ട് ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇങ്ങനെയായിരിക്കണം നെക്ക് ഇറങ്ങിപ്പോകാതിരിക്കാൻ കട്ട് ചെയ്യേണ്ട രീതി. പിന്നെ അതുപോലെ ഞാനിതാ ഇവിടെയൊന്നും 1 ഇഞ്ച് എടുത്തില്ലേ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് റൗണ്ട് നെക്ക് കിട്ടണമെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഇവിടെയൊന്നും 1 ഇഞ്ച് എടുത്തിട്ട് ഈ 1 ഇഞ്ചിലൂടെ വേണം നമുക്ക് വരച്ചുകൊണ്ട് പോകാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അഭിപ്രായങ്ങൾ നല്ലതായാലും മോശമായാലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം.